എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ ആര്യ. ഓണം അടുത്ത് വരുമല്ലേ. സോ സദ്യ കഴിച്ചാൽ എൻ്റെ ഡയറ്റ് തെറ്റിപ്പോകുമോ എന്ന് കൺഫ്യൂഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇനി ഒരല്പം പോലും കുറ്റബോധം ഇല്ലാതെ നിങ്ങൾക്ക് വയറ് നിറച്ച് സദ്യ കഴിക്കാം. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ കുറ്റബോധം ഇല്ലാതെ വയറ് നിറച്ച് കഴിക്കണമെങ്കിൽ നമുക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടായിരിക്കണം അല്ലേ. സോ ഉച്ചയ്ക്കാണ് നിങ്ങൾ സദ്യ കഴിക്കാൻ പോകുന്നത് അല്ലേ. രാവിലെ സദ്യ കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ കാർബോഹൈഡ്രേറ്റിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് കട്ട് ഫ്രൂട്ട്സോ എന്തെങ്കിലും സൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീനോ ലൈക്ക് നട്ട്സോ മിൽക്കോ എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അനുസരിച്ചിട്ടുള്ള സദ്യ നിങ്ങൾക്ക് കഴിക്കാം. ദെൻ ഈവനിങ്ങോട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈവനിങ് അഗെയിൻ ഒരു കപ്പ് ടീയും സ്നാക്സും ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ബിക്കോസ് ഒരു സദ്യ എന്ന് പറയുന്നത് 1800 കലോറി മുതൽ 2500 കലോറി വരെയാണ് ഉള്ളത്. അത് പായസത്തിൻ്റെ എണ്ണം കൂടുന്തോറും കലോറി നല്ല രീതിയിൽ കൂടും കേട്ടോ. അപ്പോൾ വൈകുന്നേരമുള്ള ഈ ചായയും സ്നാക്സും ഒക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആണ്. ഇനി ലാസ്റ്റ് വരുവാണ് എന്താ, ഡിന്നറിലോട്ട്. ഓൾമോസ്റ്റ് ആൾക്കാരും എൻ്റെ അടുത്ത് 10 പേര് ചോദിക്കുകയാണെങ്കിൽ 9 പേരും എന്നോട് പറയുന്നത് എന്താണെന്നറിയോ, രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നാൽ പോരെ, കോമ്പൻസേറ്റ് ആവില്ലേ? നെവർ, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാര്യം നൈറ്റോട് കൂടെ തന്നെ ഇത് ദഹിക്കുകയുള്ളൂ. ഏകദേശം നമുക്കൊരു 2-3 മണിക്കൂറിൽ കൂടുതൽ എടുക്കും ഈ സദ്യ ഒന്ന് മൊത്തത്തിൽ ദഹിച്ചു വരാൻ കേട്ടോ. കാര്യം ഒരു ദിവസം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ എടുക്കേണ്ട കലോറിയാണ് 1800 കലോറി മുതൽ 2500 എന്ന് പറയും. നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന മുതൽ കിടക്കുന്ന വരെയുള്ള കലോറിയാണ് നമ്മൾ ഒറ്റയടിക്കായിട്ട് കഴിക്കുന്നത്. സോ എന്ന് വെച്ച് രാത്രി നമ്മൾ എന്ത് ചെയ്യും, പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സംതിങ് പ്രോട്ടീൻ അല്ലെങ്കിൽ വൈറ്റമിൻസ് കഴിക്കാം. വേണമെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സാലഡ്സ്, വെജ് സാലഡ്സോ അല്ലെങ്കിൽ ഒരു പ്ലാൻ സോഴ്സ് അടങ്ങിയിട്ടുള്ള, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഗ്രീൻ ഗ്രാം, ചിപ്പി, ഇങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ബൗൾ സാലഡ് പോലെ കഴിക്കാം. ബട്ടർ മിൽക്ക്, മോരും വെള്ളം നമുക്ക് ദഹനത്തിന് ഭയങ്കര പ്രോപ്പറായിട്ടുള്ളൊരാണ്, ഭയങ്കര ഈസിയാണ്. ഇനി നെക്സ്റ്റ്, ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള നമുക്ക് ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് സദ്യ കഴിക്കുമ്പോൾ? സദ്യ കഴിക്കുമ്പോൾ ബെനിഫിറ്റ്സ്, നമ്പർ 1, നമ്മൾ വാഴ ഇലയിലാണ് കഴിക്കുന്നത്. സോ വാഴ ഇലയിൽ നമുക്ക് കഴിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. സോ ഈ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ദഹനത്തിന് സഹായിക്കും. ഹൃദ്രോഗങ്ങൾ, അതുപോലെ ക്യാൻസർ, ഇതുപോലത്തെ കൂടിയ അസുഖങ്ങൾ എന്തെയും നമുക്ക് പ്രതിരോധിക്കാനും വാഴയിലയിൽ ഫുഡ് കഴിയും നമ്മുടെ ഹെൽപ്പ് ചെയ്യും. സോ എല്ലാവർക്കും നമ്മുടെ നാച്ചുറൽ വാഴയില കിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് പേപ്പർ വാഴയിലാണ് അറിയാം. എന്നാലും കിട്ടുന്നത് മാക്സിമം നിങ്ങൾ നോർമൽ വാഴയിലയിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ടേസ്റ്റ് ബഡ്സ്, ടങ്കിൽ ടേസ്റ്റ് ബഡ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമായിരിക്കും നമ്മൾ ഈ ഫെസ്റ്റിവൽ സദ്യകൾ കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഓണമാണല്ലോ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് സദ്യ കഴിക്കുന്നത്. സോ ടേസ്റ്റ് ബഡ്സ് എല്ലാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. അതും നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് തരും. സോ ഫെസ്റ്റിവൽ സീസണാണ്. സദ്യയിൽ നോ കോംപ്രമൈസ്. സദ്യ കഴിക്കുമ്പോൾ ഡയറ്റ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്. സോ അപ്പോഴും ഷുഗർ കട്ട് നോക്കണോ, ആവശ്യമില്ല. ആ ഒരു ടൈമിൽ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഷുഗർ കട്ട് നോക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാര്യം പ്രധാനമായിട്ട് ഈ പായസങ്ങളിൽ പഞ്ചസാര ഇടുന്നത് കുറവാണ്. നമ്മളിപ്പോൾ പ്രഥമൻ, അതുപോലെ കടല, ഇതുപോലത്തെ എല്ലാം കൂടുതലും ജാഗ്രി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. ഈ പറയുന്നത് പോലെ നമുക്ക് നോർമൽ അല്ലാത്ത പായസങ്ങൾ വൈറ്റ് ഷുഗർ ചേർക്കുന്നതിന് നിങ്ങൾക്ക് ഒരു അല്പം ക്വാണ്ടിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ ടേസ്റ്റ് ബഡ്സിനെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് അല്പം കഴിക്കാം, നോ വറീസ്. സോ എല്ലാവരും സദ്യ കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അടുത്ത ഫുഡ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കോമ്പൻസേറ്റ് ചെയ്യുക. വെക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നെക്സ്റ്റ് 1-2-3 ഡേ എടുത്ത് ഇത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.